ഈ വീഡിയോയ്ക്കകത്ത് നമുക്ക് ഡെസിമേഷൻ ഇൻ ഫ്രീക്വൻസി F50യുടെ ഒരു എക്സാമ്പിൾ സോൾവ് ചെയ്യാം. അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, കമ്പ്യൂട്ട് 8 പോയിൻറ്റ് DFT, കമ്പ്യൂട്ട് 8 പോയിൻറ്റ് DFT of x of n equal to 2 2 2 2 1 1 1 1 by using നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് radix 2 by using radix 2 DIF FFT. അപ്പം ഡെസിമേഷൻ ഇൻ ഫ്രീക്വൻസി FFT അൽഗോരിതം യൂസ് ചെയ്തിട്ട് 8 പോയിൻറ്റ് DFT ഓഫ് എക്സ് ഓഫ് എൻ കണ്ടുപിടിക്കണം. അപ്പം നമുക്ക് ചെയ്യാൻ തുടങ്ങാം. സൊല്യൂഷൻ എന്തൊക്കെയാണ്, നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? എക്സ് ഓഫ് എൻ തന്നിട്ടുണ്ട്. നമുക്ക് എക്സ് ഓഫ് എൻ ഈക്വൽ ടു 1 2 2 2 2 1 1 1 1 ഇതാണ് നമുക്ക് തന്നിട്ടുള്ള എക്സ് ഓഫ് എൻ. ഇതിൽ നിന്ന് നമുക്ക് ഓരോ വാല്യൂസും കണ്ടുപിടിച്ചൂടെ? എക്സ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ 2 ആണ്, എക്സ് ഓഫ് 1 2 ആണ്, എക്സ് ഓഫ് 2 2 ആണ്, എക്സ് ഓഫ് 3 എന്ന് പറയുന്നത് 2 ആണ്, എക്സ് ഓഫ് 4 എന്ന് പറയുന്നത് 1 ആണ്, എക്സ് ഓഫ് 5 എന്ന് പറയുന്നത് 1 ആണ്, എക്സ് ഓഫ് 6 എന്താണ്? 1 ആണ്, എക്സ് ഓഫ് 7 ഈക്വൽ ടു 1. ഇനി നമുക്ക് എന്തൊക്കെ ചെയ്യണം? ഫസ്റ്റ് സ്റ്റേജ് ഓഫ് കമ്പ്യൂട്ടേഷൻ, സെക്കൻഡ് സ്റ്റേജ് ഓഫ് കമ്പ്യൂട്ടേഷൻ, തേർഡ് സ്റ്റേജ് ഓഫ് കമ്പ്യൂട്ടേഷൻ, ദെൻ ബട്ടർഫ്ലൈ ഡയഗ്രാം. ഇത്രയും കാര്യങ്ങളാണ് നമുക്കിതിൻ്റെ അകത്ത് ചെയ്യാനുള്ളത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് കമ്പ്യൂട്ടേഷനിലേക്ക് കടക്കാം. ഫസ്റ്റ് സ്റ്റേജ് ഓഫ് കമ്പ്യൂട്ടേഷനിൽ നമുക്ക് ഇൻപുട്ട് സീക്വൻസ് നമുക്ക് എക്സ് ഓഫ് എൻ ആണ്. അപ്പം ഫസ്റ്റ് സ്റ്റേജ് ഓഫ് കമ്പ്യൂട്ടേഷൻ്റെ അകത്ത് ഇക്വേഷൻ എന്തായിരുന്നു? 4n = 8. n = 8 ആവുന്ന കേസാണ് നമ്മൾ ചെയ്യുന്നത്. g1 ഓഫ് n നമ്മുടെ കയ്യിൽ ഇക്വേഷൻ ഉണ്ട്. g1 ഓഫ് n ഈക്വൽ ടു എക്സ് ഓഫ് എൻ പ്ലസ് എക്സ് ഓഫ് എൻ പ്ലസ് 4 എന്നുള്ളതാണ് ജനറൽ ഇക്വേഷൻ. 4n = 0 1 2 3 4 വാല്യൂസിൽ നമുക്ക് എന്ത് ചെയ്യാം? വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. n = 0 ആവുന്ന കേസിൽ g1 ഓഫ് 0 ഈക്വൽ ടു എക്സ് ഓഫ് 0 പ്ലസ് എക്സ് ഓഫ് 4. എക്സ് ഓഫ് 0 എന്താണ്? 2 അല്ലേ? 2 പ്ലസ് എക്സ് ഓഫ് 4 1, സോ 3. ദെൻ n = 1 ആവുന്ന കേസിൽ g1 ഓഫ് 1 ഈക്വൽ ടു എക്സ് ഓഫ് 1 പ്ലസ് എക്സ് ഓഫ് 5 ഈക്വൽ ടു 2 പ്ലസ് 1 ഈക്വൽ ടു 3. n = 2 ആവുന്ന കേസിൽ എന്ത് കിട്ടും? g1 ഓഫ് 2 ഈക്വൽ ടു എക്സ് ഓഫ് 2 പ്ലസ് എക്സ് ഓഫ് 6 ഈക്വൽ ടു 2 പ്ലസ് 1 ഈക്വൽ ടു 3. n = 3 ആവുന്ന കേസിൽ g1 ഓഫ് 3 ഈക്വൽ ടു എക്സ് ഓഫ് 3 പ്ലസ് എക്സ് ഓഫ് 7 ഈക്വൽ ടു 3യും 7 എന്താണ്? എക്സ് ഓഫ് 3 എന്ന് പറയുമ്പോൾ 2 ആണ്, എക്സ് ഓഫ് 7 1 ആണ്, സോ 3. അപ്പോൾ നമ്മൾ ചെയ്ത ഏതാ? g1 ഓഫ് n. ഇതുപോലെ നമുക്ക് ഏത് കണ്ടുപിടിക്കണം? g2 ഓഫ് n കണ്ടുപിടിക്കണ്ടേ? അപ്പം g2 ഓഫ് n നമ്മുടെ കയ്യിലുള്ള ജനറൽ ഇക്വേഷൻ എന്തായിരുന്നു? കഴിഞ്ഞതിൽ 8 പോയിൻറ്റ് DIF FFTക്കകത്ത് നമ്മൾ ഡിറൈവ് എടുത്തിട്ടുണ്ടായിരുന്ന ഇക്വേഷൻസ് എക്സ് ഓഫ് n മൈനസ് എക്സ് ഓഫ് n പ്ലസ് 4 8 പോയിൻ്റ് തന്നെയായിരുന്നു നമ്മളിവിടെ ചെയ്തത്. W8n 4n = 0 1 2 3. ഇക്വേഷൻസ് നമ്മൾ ഓർത്തു വെക്കണം. ദെൻ n = 0 ആവുന്ന കേസിൽ g2 ഓഫ് 0 ഈക്വൽ ടു എന്ത് കിട്ടും? എക്സ് ഓഫ് 0 മൈനസ് എക്സ് ഓഫ് 4 ഇൻറ്റു W80. W80 എന്താണ്? ഫേസ് ഫാക്ടേഴ്സ്. W80 ഈക്വൽ ടു 1 അല്ലേ? അപ്പം ഇക്വേഷൻ എങ്ങനെ വരും? എക്സ് ഓഫ് 0 മൈനസ് എക്സ് ഓഫ് 4 എന്നല്ലേ വരിക? എക്സ് ഓഫ് 0 മൈനസ് എക്സ് ഓഫ് 4 കിട്ടും. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് എന്ത് കിട്ടും? എക്സ് ഓഫ് 0 മൈനസ് എക്സ് ഓഫ് 4 എന്ന് പറയുമ്പോൾ എക്സ് ഓഫ് 0 നമ്മുടെ കയ്യിലുള്ള എന്താണ്? 2 അല്ലേ? 2
ഈക്വൽ ടു 2 മൈനസ് എക്സ് ഓഫ് 4 എന്തായിരുന്നു 1. അപ്പോൾ 2 മൈനസ് 1 ഈക്വൽ ടു 1 കിട്ടി. ദെൻ n ഈക്വൽ ടു 1 ആവുന്ന കേസിൽ g2 ഓഫ് 1 ഈക്വൽ ടു എക്സ് ഓഫ് 1 മൈനസ് എക്സ് ഓഫ് 5 എന്ന് വരും. W81 നമുക്ക് കണ്ടുപിടിക്കണം. W81 ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് ജെ 2 പൈ എൻ കെയിലെ 1 വന്നത് ബൈ 8. അപ്പോൾ എന്ത് കിട്ടും? ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് ജെ പൈ ബൈ 4 അല്ലേ വരിക. ഇ റേസ് ടു മൈനസ് ജെ പൈ ബൈ 4 നമുക്ക് എങ്ങനെ എഴുതാം? കോസ് പൈ ബൈ 4 മൈനസ് ജെ സൈൻ പൈ ബൈ 4. കോസ് പൈ ബൈ 4 എന്താണ്? 1/√2 മൈനസ് ജെ സൈൻ പൈ ബൈ 4 എന്ന് പറയുമ്പോൾ മൈനസ് ജെ ബൈ √2. ഇതാണ് നമുക്ക് W81 വാല്യൂ കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. എക്സ് ഓഫ് 1 എന്താണ്? എക്സ് ഓഫ് 1 എന്ന് പറയുന്നത് 2 ആണ്. എക്സ് ഓഫ് 5 എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ 2 മൈനസ് 1 1 ഇൻറ്റു W81 ആണ് വരിക. അപ്പം ഈക്വൽ ടു 1 ഇൻറ്റു W81 ഈ ടേം അല്ലേ. അപ്പോൾ നമുക്കിവിടെ കിട്ടുന്ന ആൻസർ 1/√2 മൈനസ് ജെ ബൈ √2 ആണ് ആൻസർ കിട്ടുക. ദെൻ n ഈക്വൽ ടു 2. n ഈക്വൽ ടു 2 ആവുന്ന കേസിൽ എന്ത് കിട്ടും? g2 ഓഫ് 2 ഈക്വൽ ടു എക്സ് ഓഫ് 2 മൈനസ് എക്സ് ഓഫ് 6 ഇൻറ്റു W82. അപ്പോൾ നമുക്കിനി എന്ത് കണ്ടുപിടിക്കണം? W82 കണ്ടുപിടിക്കണം. നോക്കാം. W82 ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് ജെ 2 പൈ എൻ കെയിലെ 2. അപ്പം 2 ഡിവൈഡ് ബൈ n 8. അപ്പം 2ഉം 2 4 ആവും. 4 ഡിവൈഡ് ബൈ 8 എന്ന് പറയുമ്പം ഇ റേസ് ടു മൈനസ് ജെ പൈ ബൈ 2 കിട്ടും. ഇവിടുത്തെ വാല്യൂ ഇ റേസ് ടു മൈനസ് ജെ പൈ ബൈ 2. ഇ റേസ് ടു മൈനസ് ജെ പൈ ബൈ 2 എന്ന് പറഞ്ഞാൽ എന്താണ്? കോസ് പൈ ബൈ 2 മൈനസ് ജെ സൈൻ പൈ ബൈ 2. കോസ് പൈ ബൈ 2 എന്താണ്? 0 മൈനസ് ജെ സൈൻ പൈ ബൈ 2 എന്ന് പറയുമ്പോൾ 1 ആണ്. അപ്പം മൈനസ് ജെ ഇൻറ്റു 1 എന്ന് പറയുമ്പം ആൻസർ മൈനസ് ജെ എന്ന് കിട്ടും. നമുക്കിവിടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോടെ. എക്സ് ഓഫ് 2 എന്താണ്? 2 മൈനസ് എക്സ് ഓഫ് 6 1. 2 മൈനസ് 1 ഇൻറ്റു 1 ഇൻറ്റു W82. നമുക്കവിടെ ആൻസർ എന്ത് കിട്ടും? മൈനസ് ജെ. അപ്പോൾ ഇവിടെ നമുക്ക് മൈനസ് ജെ എന്ന് എഴുതാം. ഇനി then നമുക്ക് അടുത്ത് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? n ഈക്വൽ ടു 3 ആവുന്ന കേസിൽ g2 ഓഫ് 3 ഈക്വൽ ടു എക്സ് ഓഫ് 3 മൈനസ് എക്സ് ഓഫ് 7 ഇൻറ്റു W83. ഇവിടെ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? W83 കണ്ടുപിടിക്കണം. ചെയ്ത് നോക്കാം. W83 ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് ജെ 2 പൈ എൻ കെയിലെ 3 ബൈ 8. അപ്പം ഇ റേസ് ടു മൈനസ് ജെ 6 പൈ ബൈ 8. ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? ബൈ 4 2ഉം 8ഉം 4 ആവും. അപ്പോൾ ഇ റേസ് ടു മൈനസ് ജെ 3 പൈ ബൈ 4 എന്ന് എടുക്കാം. ഇ റേസ് ടു മൈനസ് ജെ 3 പൈ ബൈ 4 എന്താണ്? കോസ് 3 പൈ ബൈ 4 മൈനസ് ജെ സൈൻ 3 പൈ ബൈ 4. എന്താ അവിടെ ആൻസർ കിട്ടുക? 1/√2 മൈനസ് ജെ ബൈ √2 കിട്ടും. ഇനി നോക്കി. എക്സ് ഓഫ് 3 എന്താണ്? 2. എക്സ് ഓഫ് 7 1. 2 മൈനസ് 1 ഇൻറ്റു. അപ്പം g2 ഓഫ് 3 ഈക്വൽ ടു 1 ഇൻറ്റു ആ ടേമാണ് കിട്ടുക. അപ്പം നമുക്ക് എന്ത്? 1 ഇൻറ്റു W83. അപ്പം ഇവിടെ മൈനസ് 1/√2 മൈനസ് ജെ ബൈ √2 ആണ്. അപ്പം 1 ഇൻറ്റു മൈനസ് ഇത്രയും ടേം. അപ്പം എന്താ കിട്ടും? മൈനസ് 1/√2 മൈനസ് ജെ ബൈ √2. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് കമ്പ്യൂട്ടേഷൻ ഓക്കെ. നമുക്ക് എന്ത് ചെയ്യണം? ഇതിന് സിഗ്നൽ ഫ്ലോ ഗ്രാഫിലേക്ക് വരക്കണം. നെക്സ്റ്റ് വൺ സെക്കൻഡ് സ്റ്റേജ് ഓഫ് കമ്പ്യൂട്ടേഷൻ. അപ്പം സെക്കൻഡ് സ്റ്റേജ് ഓഫ് കമ്പ്യൂട്ടേഷനിൽ നമുക്ക് കിട്ടിയ വാല്യൂസ് ഫസ്റ്റ് സ്റ്റേജ് ഓഫ് കമ്പ്യൂട്ടേഷനിൽ കിട്ടിയ ഔട്ട്പുട്ടാണ് സെക്കൻഡ് സ്റ്റേജ് ഓഫ് കമ്പ്യൂട്ടേഷൻ്റെ ഇൻപുട്ട്. സോ സെക്കൻഡ് സ്റ്റേജ് ഓഫ് കമ്പ്യൂട്ടേഷൻ നോക്കാം. സെക്കൻഡ് സ്റ്റേജ് ഓഫ് കമ്പ്യൂട്ടേഷൻ്റെ അകത്ത് ഇവിടെ നമ്മുടെ ഇൻപുട്ട് സീക്വൻസ് എന്തായിരുന്നു? ഇൻപുട്ട് സീക്വൻസ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് സ്റ്റേജിൻ്റെ ഔട്ട്പുട്ട്. അപ്പം ഇൻപുട്ട് സീക്വൻസ് ഈക്വൽ ടു നമുക്ക് കിട്ടിയ വാല്യൂസ് 3 3 3 3 1 1/√2 മൈനസ് ജെ ബൈ റൂട്ടിനെ 0.707 മൈനസ് ജെ 0.707 ദെൻ മൈനസ് ജെ ദെൻ ലാസ്റ്റ് ടേമാണ് മൈനസ് 0.707 മൈനസ് ജെ 0.707 എന്ന് പറയുന്ന ടേം. ഇതിന് നമുക്ക് എന്ത് വിളിക്കാം? G1 ഓഫ് 0.
ദെൻ ഈ ടേം എന്ന് പറയുന്നത് G1 ഓഫ് 1. ഈ ടേം എന്താണ് G1 ഓഫ് 2 ആൻഡ് ദിസ് വൺ ഈസ് G1 ഓഫ് 3 ആൻഡ് ദിസ് വൺ G2 ഓഫ് 0, then G2 of 1, then G2 of 2, then G2 of 3. ഇനി നമുക്ക് എന്ത് ചെയ്യണം? വാല്യൂസ് ഇക്വേഷൻസ് എടുക്കുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമ്മുടെ ഫസ്റ്റ് നമ്മളിവിടെ കണ്ടുപിടിക്കാൻ പോകുന്നത് എന്താണ്? D11 ഓഫ് 0, D11 ഓഫ് 1, D12 ഓഫ് 0, D12 ഓഫ് 1, അതേപോലെ D21 ഓഫ് 0, D21 ഓഫ് 1, D22 ഓഫ് 0, D22 ഓഫ് 1. എന്താണ് സെക്കൻഡ് സ്റ്റേജ് കമ്പ്യൂട്ടേഷൻ? അപ്പോൾ നോക്കാം. D11 ഓഫ് 0 ഈക്വൽ ടു G1 ഓഫ് 0 പ്ലസ് G1 ഓഫ് 2 ആണ്. G1 of 0 plus G1 of 2 എന്താണ് ഇവിടെ വാല്യൂസ്? 3 plus 3 equal to 6. Then D11 of 1 equal to G1 of 1 plus G1 of 3 equal to 3 plus 3 equal to 6. Then D12 of 0 equal to G1 of 0 minus G1 of 2 into W40 equal to 3 minus 3 into 1 equal to 0. Then D12 of 1 equal to G1 of 1 minus G1 of 3 into W41 equal to 3 minus 3 into W40 നമുക്കറിയാം W4 raised to 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. W4 raised to 1 എന്താ വരിക? E raised to minus j2 pi nk 1 ആണ്, ബൈ n 4 ആണ്. അപ്പോൾ നമുക്കിതിന് എന്താ എഴുതാം? E raised to minus j pi by 2 എന്ന് എഴുതിക്കൂടെ? E raised to minus j pi by 2 എന്താണ്? cos pi by 2 minus j sin pi by 2. cos pi by 2 എന്താണ്? 0 minus j sin pi by 2. sin pi by 2 1 ആണ്. സോ മൈനസ് ജെ ഇവിടെ ആൻസർ കിട്ടും. അപ്പം 3 minus 3 into minus j equal to 0. എങ്ങനെ പോയാലും അത് 0 ആണ്. ദെൻ ഇപ്പോൾ നമ്മൾ ഏത് കേസ് മാത്രമേ കണ്ടിട്ടുള്ളൂ? ഈവൻ സീക്വൻസസ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. നമുക്കിനി ഏത് കാണണം? ഓഡ് സീക്വൻസ്. ഓഡ് സീക്വൻസിനകത്ത് വരുന്നതാണ് D21 of 0 equal to G2 of 0 plus G2 of 2. G2 of 0 plus G2 of 2. നമുക്കവിടെ G2 of 0 എന്ന് പറയുന്ന വാല്യൂ എന്തായിരുന്നു? 1. ദെൻ G2 of 2 എന്ന് പറയുന്നത് മൈനസ് ജെ ആണ്. സോ 1 മൈനസ് ജെ. ദെൻ നെക്സ്റ്റ് വൺ ആണ് D21 of 1 equal to G2 of 1 plus G2 of 3. G2 of 1 എന്താണ്? G2 of 1 equal to 0.707 minus J 0.707 minus J 0.707 plus G2 of 3. G2 of 3 എന്താണ്? മൈനസ് 0.707 മൈനസ് J 0.707. ഇവിടെ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്താണ്? മൈനസ് J 1.414. ദെൻ D22 of 0 equal to G2 of 0 minus G2 of 2 into W40. ഇതെന്താ? നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കിട്ടുന്ന വാല്യൂ ആണ് 1 plus J. ആൻഡ് D22 of 1 equal to G2 of 1 minus G2 of 3 into W41 equal to G2 of 1 നമ്മുടെ കയ്യിലുള്ള വാല്യൂ ആണ് 0.707 മൈനസ് ജെ 0.07. G2 of 3 എന്ന് പറയുന്നത് മൈനസ് 0.707 മൈനസ് ജെ 0.707 ഇൻറ്റു W4 നമ്മൾ കണ്ടുപിടിച്ചു. W4 എന്ന് പറയുന്നത് മൈനസ് ജെ ആണ്. സോ ഈ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് മൈനസ് 1.414 ജെ. അപ്പം ഇങ്ങനെയാണ് സെക്കൻഡ് സ്റ്റേജ് ഓഫ് കമ്പ്യൂട്ടേഷനകത്ത് വരും. ഇനി നമുക്ക് അടുത്ത് ചെയ്യാനുള്ള എന്താണ്? തേർഡ് സ്റ്റേജ് ഓഫ് കമ്പ്യൂട്ടേഷൻ. അപ്പോൾ തേർഡ് സ്റ്റേജ് ഓഫ് കമ്പ്യൂട്ടേഷനിലേക്ക് വേണ്ട ഇൻപുട്ട് സീക്വൻസ് ഏതൊക്കെയാണ്? ഇപ്പം നമ്മൾ കണ്ടുപിടിച്ചതാണ് ഇൻപുട്ട് സീക്വൻസ്. സോ നമുക്ക് നോക്കാം. തേർഡ് സ്റ്റേജ് ഓഫ് കമ്പ്യൂട്ടേഷൻ. തേർഡ് സ്റ്റേജ് ഓഫ് കമ്പ്യൂട്ടേഷനിലെ ഇൻപുട്ട്സ് ഏതൊക്കെ വരും? തേർഡ് സ്റ്റേജ് ഓഫ് കമ്പ്യൂട്ടേഷനിൽ ഇൻപുട്ട് സീക്വൻസ്, അതിലേക്ക് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് സീക്വൻസ്, അതിൻ്റെ ഇൻപുട്ട് സീക്വൻസ് എന്ന് പറയുമ്പം ഏതൊക്കെയാണ്? ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച വാല്യൂസ് 6, 0, 0, 1 മൈനസ് ജെ 1.414, 1 പ്ലസ് ജെ
and minus j 1.414. ഇത് ഏതൊക്കെയാണ് വാല്യൂസ് വരുന്നത്? d11 of 0, d11 of 1, d12 of 0, d12 of 1, d21 of 0, d21 of 1, d22 of 0, d22 of 1. ഇനി എന്ത് ചെയ്യണം? തേർഡ് സ്റ്റേജ് ഓഫ് കമ്പ്യൂട്ടേഷനിൽ ഇക്വേഷൻസ് നമ്മൾ ഏതൊക്കെയാണ്? വാല്യൂസ് എക്സ് ഓഫ് 0 അല്ലെങ്കിൽ ക്യാപിറ്റൽ d11 of 0 അല്ലേ, അത് കണ്ടുപിടിക്കാം. അപ്പം എക്സ് ഓഫ് 0 ഈക്വൽ ടു d11 of 0 ഈക്വൽ ടു d11 of 0 പ്ലസ് d11 of 1 ഈക്വൽ ടു വാല്യൂസ് ഏതൊക്കെയാണ്? 6 plus 6 ഈക്വൽ ടു 12 കിട്ടും. Then x of 1 equal to d11 of 1 equal to d11 of 0 minus d11 of 1 into w20 equal to 6 minus 6 into 1 equal to 0. Then x of 2 equal to d12 of 0 equal to d12 of 0 plus d12 of 1 equal to 0 plus 0 equal to 0. Then ഓക്കെ, ഇവിടെ എക്സ് ഓഫ് 1 അല്ല നമ്മൾ ചെയ്യാൻ പോകുന്നത്, എക്സ് ഓഫ് 4. കാരണം റിവേഴ്സ് ഓർഡറിലല്ലേ വരുന്നത്, ഔട്ട്പുട്ട് സീക്വൻസ് റിവേഴ്സ് ഓർഡറിലേക്ക്. സോ എക്സ് ഓഫ് 4. ദെൻ ഇവിടെ നമുക്ക് അടുത്തത് കിട്ടുന്ന ഏതായിരിക്കും? എക്സ് ഓഫ് 6. എക്സ് ഓഫ് 6 എന്ന് പറയുമ്പം d12 of 1 equal to d12 of 0 minus d12 of 1 into w20 equal to 0 minus 0 into 1 equal to 0 കിട്ടും. Then x of 1 equal to d21 of 0 equal to d21 of 0 plus d21 of 1 equal to 1 minus j plus minus j 1.414 equal to 1 minus j 2.414. Then x of 5 equal to d21 of 1 equal to നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? d21 of 0 minus d21 of 1 into w20 equal to വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് 1 plus j 0.414. Then x of 3 equal to d22 of 0 equal to d22 of 0 plus d22 of 1 equal to d22 of 0 ആണ് 1 plus j, d22 of 1 minus j 1.414 equal to 1 minus j 0.414. ഇനി നമുക്ക് അടുത്ത ചെയ്യേണ്ട ഏതാണ്? x of 7. x of 7 equal to d22 of 1 equal to d22 of 0 minus d22 of 1 into w20 equal to value substitute ചെയ്യാം 1 plus j minus j 1.414 equal to 1 plus j 2.414 വരും. അപ്പോൾ നമുക്കിവിടെ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയ വാല്യൂസ് എന്തൊക്കെയായിരുന്നു? ഡി എഫ് ടി ഓഫ് എക്സ് ഓഫ് എൻ, എക്സ് ഓഫ് എൻ ഡി, നമുക്ക് ഔട്ട്പുട്ട് സീക്വൻസ് എന്തൊക്കെ കിട്ടിയ? ഡി എഫ് ടി ഓഫ് എക്സ് ഓഫ് എൻ ഈക്വൽ ടു 12, ദെൻ ഓക്കെ 0 എന്ന് പറയുമ്പം എക്സ് ഓഫ് 4 ആണ്. എക്സ് ഓഫ് 1 അടുത്ത വാല്യൂ നമുക്ക് വരുന്നത് 1 അല്ലേ. എക്സ് ഓഫ് 1 വാല്യൂ എന്താ വരിക? 1 മൈനസ് ജെ 2.414. എക്സ് ഓഫ് 2 എന്താ നമുക്ക് കിട്ടിയത്? 0. ഇതിന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയിട്ടോ ഞാൻ. നമുക്ക് കിട്ടിയത് റിവേഴ്സ് ഓർഡറിലാണ്, അതിനെ റീഅറേഞ്ച് ചെയ്ത് എഴുതി 0. ദെൻ എക്സ് ഓഫ് 4 എന്ന് പറയുമ്പോൾ എക്സ് ഓഫ് 0, 1, 2, then 3 എന്ന് പറയുമ്പോൾ 1 മൈനസ് ജെ
അപ്പം 1 മൈനസ് ജെ 0.414. ദെൻ എക്സ് ഓഫ് 4 0 ആണ്. ദെൻ എക്സ് ഓഫ് 5 എന്ന് പറയുന്നത് 1 പ്ലസ് ജെ. അപ്പം 1 പ്ലസ് ജെ 0.414. എക്സ് ഓഫ് 5 എക്സ് ഓഫ് 5 എഴുതി. എക്സ് ഓഫ് 6 അഗെയിൻ 0. എക്സ് ഓഫ് 7 എന്ന് പറയുമ്പോൾ 1 പ്ലസ് ജെ 2.414. നോക്കിയേ, എക്സ് ഓഫ് 0, എക്സ് ഓഫ് 1, എക്സ് ഓഫ് 2, എക്സ് ഓഫ് 3, എക്സ് ഓഫ് 4, എക്സ് ഓഫ് 5, എക്സ് ഓഫ് 6, എക്സ് ഓഫ് 7. ഇത് ബിറ്റ് റിവേഴ്സ് ഓർഡറിലാണ് നമുക്ക് കിട്ടിയ വാല്യൂസ്. അതിനെന്ത് ചെയ്തു, നോർമൽ സീക്വൻസിലേക്ക് അല്ലെങ്കിൽ നോർമൽ ഓർഡറിലേക്ക് എഴുതി. നമുക്കിതിൻ്റെ ബട്ടർഫ്ലൈ ഡയഗ്രാം അല്ലെങ്കിൽ സിഗ്നൽ ഫ്ലോ ഗ്രാഫ് വരയ്ക്കേണ്ടേ. ഫസ്റ്റ് സ്റ്റേജ് നമുക്ക് എന്ത് ചെയ്യാം, ബേസിക് സ്ട്രക്ചർ വരയ്ക്കാം. ദെൻ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് കമ്പ്യൂട്ടേഷൻ, സെക്കൻഡ് സ്റ്റേജ് ഓഫ് കമ്പ്യൂട്ടേഷൻ എല്ലാം വരയ്ക്കണം. അപ്പം നമുക്ക് ആദ്യം അതിൻ്റെ ഇൻപുട്ട് സീക്വൻസ്, ഇൻപുട്ട് വാല്യൂസ് എക്സ് ഓഫ് 0, എക്സ് ഓഫ് 1, എക്സ് ഓഫ് 2, എക്സ് ഓഫ് 3, ദെൻ എക്സ് ഓഫ് 4, എക്സ് ഓഫ് 5, എക്സ് ഓഫ് 6, എക്സ് ഓഫ് 7. ഇത്രയും വാല്യൂസിൽ നമ്മുടെ കയ്യിലുണ്ടാവുക. നമുക്ക് എന്ത് ചെയ്യണം, അതിൻ്റെ ബേസിക് സ്ട്രക്ചർ വരയ്ക്കാം. വളഞ്ഞു പോകുന്നുണ്ടല്ലോ. ഓക്കെ, നമുക്കിവിടെ കിട്ടേണ്ട വാല്യൂസ് എന്തൊക്കെയായിരുന്നു ഇൻ ടേംസ് ഓഫ് ജി അല്ലേ. അപ്പം നമുക്ക് ഫസ്റ്റ് സ്റ്റേജ് ഓഫ് കമ്പ്യൂട്ടേഷനിൽ നമുക്ക് കിട്ടേണ്ട വാല്യൂസ് G1 of 0, G1 of 1, ദെൻ G1 of 0 ഈക്വൽ ടു എക്സ് ഓഫ് 0 പ്ലസ് എക്സ് ഓഫ് 4. അപ്പോൾ നോക്കാം, എക്സ് ഓഫ് 0 പ്ലസ് എക്സ് ഓഫ് 4, എക്സ് ഓഫ് 0 പ്ലസ് എക്സ് ഓഫ് 4 ഇങ്ങോട്ടേക്ക് വരണം. എക്സ് ഓഫ് 0 പ്ലസ് എക്സ് ഓഫ് 4 ഇവിടെ ഇൻറ്റു 1, വാല്യൂ നമുക്ക് കിട്ടേണ്ടത് 3 ആണ്. ദെൻ നെക്സ്റ്റ് 1 ആണ് G1 of 1 ഈക്വൽ ടു എക്സ് ഓഫ് 1 പ്ലസ് എക്സ് ഓഫ് 5, എക്സ് ഓഫ് 1 പ്ലസ് എക്സ് ഓഫ് 5, എക്സ് ഓഫ് 1 പ്ലസ് എക്സ് ഓഫ് 5, അഗെയിൻ ആൻസർ 3 ആണ്. ദെൻ G1 of 2 ഈക്വൽ ടു എക്സ് ഓഫ് 2 പ്ലസ് എക്സ് ഓഫ് 6, അപ്പം എക്സ് ഓഫ് 2 പ്ലസ് എക്സ് ഓഫ് 6, അഗെയിൻ ആൻസർ 3 ആണ് വരുന്നത്. And next one, G1 of 3 equal to x of 3 plus x of 7, x of 3 plus x of 7, x of 3 plus x of 7, again answer 3 ആണ്. Then next one, G2 of 0, G2 of 0 ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് തുടങ്ങുന്നല്ലേ G2 of 0. അപ്പം G2 of 0 equal to x of 0 minus x of 4 into W0 1. അപ്പം എക്സ് ഓഫ് 0 മൈനസ് എക്സ് ഓഫ് 4, അപ്പോൾ എക്സ് ഓഫ് 0 ഇവിടുന്ന് തുടങ്ങാം. എക്സ് ഓഫ് 0 മൈനസ് എക്സ് ഓഫ് 4, അപ്പോൾ മൈനസ് വാല്യൂ വരുന്നുണ്ട് -1. -1 അവിടെ കൊടുക്കലേ നമ്മൾ ചെയ്യാം. ദെൻ നെക്സ്റ്റ് 1 എന്ന് പറയുന്നത് G2 of 1 ഈക്വൽ ടു എക്സ് ഓഫ് 1 മൈനസ് എക്സ് ഓഫ് 1 മൈനസ് എക്സ് ഓഫ് 5, എക്സ് ഓഫ് 1 മൈനസ് എക്സ് ഓഫ് 5, അപ്പം എക്സ് ഓഫ് 1 മൈനസ് എക്സ് ഓഫ് 5 ഇൻറ്റു W81. W81 എന്താ വരുന്നത്, 1/√2 മൈനസ് J/√2, അപ്പോൾ 1/√2 മൈനസ് J/√2. ദെൻ നെക്സ്റ്റ് 1 എന്താ വരുന്നത്, G2 of 0 മൈനസ് G2 of 2, G2 of 0 സെക്കൻഡ് അല്ല ഫസ്റ്റ് 1, G2 of 2 equal to x of 2 minus x of 6, x of 2 minus x of 6, അപ്പം ഇവിടെ -1 വരും. x of 2 minus x of 6 into W82. W82 എന്ന് പറയുമ്പം ഇവിടുത്തെ W82 നമ്മുടെ വാല്യൂ എന്താണ്, -J. സോ 1 into -J, നമുക്കിവിടെ കിട്ടുന്ന ആൻസർ -J ആണ്. ദെൻ ഈ ടേം എന്തായിരിക്കും, G2 of 3 ഈക്വൽ ടു എക്സ് ഓഫ് 3 മൈനസ് എക്സ് ഓഫ് 7, അപ്പോൾ ഇവിടെ -1, എക്സ് ഓഫ് 3 മൈനസ് എക്സ് ഓഫ് 1. ഇവിടുത്തെ നമുക്ക് ആൻസർ എന്താ കിട്ടുക, 1/√2 മൈനസ് J/√2. ഇവിടുത്തെ ആൻസർ 1/√2 മൈനസ് J/√2. തൊട്ട് മുകളിൽ G2 of 3 എന്ന് പറയുമ്പം W82 1/√2
ഇവിടുത്തെ വാല്യൂ നമുക്ക് -j വരും. മുകളിൽ 1/√2 -j/√2. ഇവിടെ എഗെയിൻ 1 ആണ് വരുന്നത്. അപ്പോൾ ഇവിടുത്തെ വാല്യൂസ് 3 3 3 3 1. ദെൻ 1/√2 -j/√2 -j 1/√2 -j/√2. ഇതാണ് ഫസ്റ്റ് സ്റ്റേജ് ഓഫ് കമ്പ്യൂട്ടേഷൻ വരുന്നത്. ദെൻ സെക്കൻഡ് സ്റ്റേജ് ഓഫ് കമ്പ്യൂട്ടേഷൻ എന്ന് പറയുമ്പോൾ ഏതൊക്കെയായിരുന്നു? D12 1 അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതിൻ്റെ ഇൻപുട്ട് സീക്വൻസ് ആണ് ഇപ്പം നമ്മൾ കണ്ടുപിടിച്ചത്. അപ്പം ആദ്യം അതിൻ്റെ ബേസിക് സ്ട്രക്ചർ വരയ്ക്കാം. സെക്കൻഡ് സ്റ്റേജ് ഓഫ് കമ്പ്യൂട്ടേഷൻ്റെ ബേസിക് സ്ട്രക്ചർ ഓക്കെ. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? അടുത്ത വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ചെയ്യാം. അപ്പം വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം നമുക്കിവിടെ കിട്ടുന്ന ഔട്ട്പുട്ടുകൾ ഏതൊക്കെയാണ്? D11 ഈക്വൽ ടു G1 പ്ലസ് G1. D11 ഈക്വൽ ടു G1 ഇതല്ലേ? G1 പ്ലസ് G1. അപ്പം G1 പ്ലസ് G1 എന്ന് പറയുമ്പം ഏത് വരും? ഇവിടെ നിന്നല്ലേ വരിക, ഇങ്ങനെയല്ലേ വരിക? G1 പ്ലസ് G1. നെക്സ്റ്റ് വൺ D11 എന്ന് പറയുമ്പോൾ G1 പ്ലസ് G1. G1 പ്ലസ് G1. നെക്സ്റ്റ് D12 ഈക്വൽ ടു G1 മൈനസ് G1. അപ്പം G1 മൈനസ് G1. ഇവിടെ എന്ത് വരും? -1 വരും. മൈനസ് G1 ഇൻറ്റു W40 എന്താണ്? 1 ആണ്. അപ്പം നമുക്കിതിൻ്റെ വാല്യൂസ് എഴുതി പോവാം. ഇവിടുത്തെ വാല്യൂ 6 0 നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചതാണ്. ദെൻ D12 ഈക്വൽ ടു G1 മൈനസ് G1. അപ്പോൾ ഇവിടെ എന്ത് വരും? മൈനസ്. ദെൻ 3 ഇൻറ്റു -j ഈക്വൽ ടു ഇവിടുത്തെ വാല്യൂ അഗെയിൻ നമുക്ക് 0 ആണ് കിട്ടുക. ദെൻ D21 ഈക്വൽ ടു G2 പ്ലസ് G2. G2 ഈ ടേം അല്ലേ? G2 പ്ലസ് G2 ഈക്വൽ ടു 1 - j ആണ് നമുക്ക് കിട്ടുക. ഇവിടുത്തെ വാല്യൂ 1 - j. Then next one D21 equal to G2 plus G2. G2 plus G2 എന്ന് പറയുമ്പം ഇത് G2 plus G2. നമുക്ക് അവിടുത്തെ വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് നേരത്തെ കിട്ടിയത് -j 1.414 എന്ന് കിട്ടി. Then D20 equal to G20 minus G20 G2. G20 minus G2. അപ്പോൾ ഇവിടെ എന്ത് വരും? മൈനസ് വരും. ആൻസർ നമുക്ക് കിട്ടിയത് 1 + j. Then D21 equal to G21 minus G2. അപ്പം -1. ദെൻ നമുക്കിതിൻ്റെ ആൻസർ കിട്ടിയതാണ് -1.414 j. അപ്പോൾ നമ്മൾ ഏത് കഴിഞ്ഞു? സെക്കൻഡ് സ്റ്റേജ് ഓഫ് കമ്പ്യൂട്ടേഷൻ കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് അടുത്ത് ചെയ്തേണ്ടത് എന്താണ്? തേർഡ് സ്റ്റേജ് ഓഫ് കമ്പ്യൂട്ടേഷൻ. തേർഡ് സ്റ്റേജ് ഓഫ് കമ്പ്യൂട്ടേഷനിൽ നമ്മൾ എന്ത് ചെയ്യണം? സിഗ്നൽ ഫ്ലോ ഗ്രാഫ് വരയ്ക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് ഏതും കൂടെ മാർക്ക് ചെയ്യാം. ഇവിടുത്തെ സെക്കൻഡ് സ്റ്റേജിൽ വരുന്ന ടേംസ് ഏതൊക്കെയായിരുന്നു? W40യും W41. ഇവിടെ വരുന്ന ഏതാണ്? W41 അല്ലേ? ഇവിടുത്തെ വാല്യൂ -j ആണ്. അതേപോലെ തന്നെ ഇവിടെ 1, ഇവിടുത്തെ ഫേസ് ഫാക്ടർ എന്താ? -j. അതും കൂടെ മാർക്ക് ചെയ്യും. ദെൻ തേർഡ് സ്റ്റേജ് ഓഫ് കമ്പ്യൂട്ടേഷൻ. തേർഡ് സ്റ്റേജ് ഓഫ് കമ്പ്യൂട്ടേഷനിൽ നമുക്ക് എന്തൊക്കെ കിട്ടുന്നത്? X0, X4, X2, X6 അങ്ങനെ പോകും. ആദ്യം നമുക്ക് ബേസിക് സ്ട്രക്ചർ വരയ്ക്കാം. ഓക്കെ, ഇവിടുത്തെ വാല്യൂസാണ് X0, X4, ദെൻ X2, X6, X1, X5, X3, X7. Then D11 plus D11. D11 ഇതും D11 ഇതും അല്ലേ? അപ്പോൾ D11 plus D11. എങ്ങനെ നമ്മൾ ആഡ് ചെയ്യും? ഇത് രണ്ടും കൂടെ അല്ലേ ചെയ്യാം.
ഇത് രണ്ടും കൂടെ ചെയ്തു. ദെൻ d11 of 1 x of 4 എന്ന് പറയുന്നത് d11 of 0 മൈനസ് d11 of 1. അപ്പം d11 of 0 മൈനസ് d11 of 1. ഇവിടെ നമുക്ക് കിട്ടുന്ന മൈനസ് വരുന്നുണ്ട്, സോ ഇവിടെ മൈനസ് വരും. ആൻസർ എന്താണ്? 0. ഇവിടുത്തെ വാല്യൂ 12. ദെൻ നെക്സ്റ്റ് വൺ ആണ് d12 of 0 മൈനസ് പ്ലസ് d12 of 1. അപ്പം d12 of 0 പ്ലസ് d12 of 1 എന്ന് പറയുമ്പം എങ്ങനെ വരും? ഇങ്ങനെയല്ലേ വരിക? പ്ലസ് d12 of ഇതാണ് നമ്മൾ എക്സ് ഓഫ് 2 ഈക്വൽ ടു d12 of 0 പ്ലസ് d12 of 1. ആൻസർ വരുന്നത് 0 ആണ്. ദെൻ എക്സ് ഓഫ് 6 എന്ന് പറയുന്നത് d12 of 0 മൈനസ് d12 of 1. അപ്പം മൈനസ് എന്ന് പറയുമ്പോൾ ഇവിടെ മൈനസ് വരും. ആൻസർ നമുക്ക് 0 കിട്ടും. ദെൻ എക്സ് ഓഫ് 1 എന്ന് പറയുന്നത് എന്താണ്? d21 of 0 പ്ലസ് d21 of 0 പ്ലസ് d21 of 1. അപ്പം d21 of 0 പ്ലസ് d21 of 1. അവിടുത്തെ ആൻസർ നമുക്ക് കിട്ടുക 1 മൈനസ് ജെ 2.414. നമ്മൾ നേരത്തെ ചെയ്തു വെച്ചിട്ടുണ്ട്. ദെൻ എക്സ് ഓഫ് 5 എന്ന് പറയുന്നത് എന്താണ്? എക്സ് ഓഫ് 5 എന്ന് പറയുമ്പം d21 of 0 മൈനസ് d21 of 1 അല്ലേ? അപ്പോൾ d21 of 0 മൈനസ് ഇവിടെ മൈനസ് വരും. d21 of 1 നമുക്ക് കിട്ടുന്ന ആൻസറാണ് 1 പ്ലസ് ജെ 0.414. ദെൻ d22 of 0 ഈക്വൽ ടു അല്ലെങ്കിൽ എക്സ് ഓഫ് 3 ഈക്വൽ ടു d22 of 0 പ്ലസ് d22 of 1 അല്ലേ വരിക? അതിൻ്റെ വാല്യൂ നമുക്ക് കിട്ടുന്നത് 1 മൈനസ് ജെ 0.414. ദെൻ നെക്സ്റ്റ് എക്സ് ഓഫ് 7 എന്ന് പറഞ്ഞാൽ d22 of 1 ആണ്. d22 of 0 മൈനസ് d22 of 1. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? മൈനസ് 1 ഇൻറ്റു w20. നമുക്കിവിടെ ആൻസർ എന്ത് കിട്ടും? 1 പ്ലസ് ജെ 2.414. അപ്പോൾ ഇത് ഏത് രീതിക്കാണ് നമുക്ക് കിട്ടുന്നത്? ഔട്ട്പുട്ട് ഇൻ റിവേഴ്സ് ഓർഡർ. നമുക്ക് എന്ത് ചെയ്യാം? DFT of x of n ഈക്വൽ ടു എന്ന് പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യണം? അതിന് നോർമൽ സീക്വൻസ് എഴുതാം. നോർമൽ സീക്വൻസ് നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. നോർമൽ സീക്വൻസ് ഇത് DFT of x of n ഈക്വൽ ടു 12. അപ്പം ഇത് എക്സ് ഓഫ് 0 എക്സ് ഓഫ് 1 അങ്ങനെ പോവില്ലേ? എക്സ് ഓഫ് 0 എക്സ് ഓഫ് 1 then x of 2 x of 3 x of 4 x of 5 x of 6 x of 7. അപ്പം ഇതാണ് അതിൻ്റെ നോർമൽ സീക്വൻസ്. DFT of ഔട്ട്പുട്ട് എക്സ് ഓഫ് n ഈക്വൽ ടു ദിസ് വാല്യൂസ്. അപ്പം ഇത്രയാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്? ഈ FFT അൽഗോരിതം യൂസ് ചെയ്ത് ഡെസിമേഷൻ ഇൻ ഫ്രീക്വൻസി നമ്മൾ റാഡിക്സ് 2 FFT നമുക്ക് ചെയ്യാനുള്ള ഇൻപുട്ട് സീക്വൻസിൻ്റെ DFT ഫാസ്റ്റ് ഫോറിയർ ട്രാൻസ്ഫോം മെത്തേഡ്. ഈ രീതിക്കാണ് നമ്മളിതിൻ്റെ ബട്ടർഫ്ലൈ ഡയഗ്രാം വരയ്ക്കുക. ബട്ടർഫ്ലൈ ഡയഗ്രാം ഓർ സിഗ്നൽ ഫ്ലോ ഗ്രാഫ്. ബട്ടർഫ്ലൈ ഡയഗ്രാം ഓർ സിഗ്നൽ ഫ്ലോ ഗ്രാഫ്. ഇതെങ്ങനെയാണ് നമ്മൾ ചെയ്തോ? 3 സ്റ്റേജ് ഓഫ് കമ്പ്യൂട്ടേഷനിലാണ് നമ്മൾ ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തത്. ഇത്രയാണ് ഇതിനകത്ത് വരാനുള്ളത്.